ശബരിമലയിലെ 41 ദിവസത്തെ മണ്ഡല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജാ ചടങ്ങുകൾ പൂർത്തിയായി. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. ശേഷം മകരവിളക്ക് പൂജയ്ക്കായി ഈ മാസം 30-നാണ് ക്ഷേത്രനട വീണ്ടും തുറക്കുക. ശബരിമലയിലെ മണ്ഡല തീർത്ഥാടന കാലത്തെ വരുമാനം സർവകാല റെക്കോർഡിലെത്തി. 241.71 കോടി രൂപയാണ് 39 ദിവസത്തെ ആകെ വരുമാനം. വ്രതശുദ്ധിയോടെയുള്ള 41 ദിവസത്തെ മണ്ഡല തീർത്ഥാടന കാലത്തിന് ഇന്ന് സമാപനമാകും. കലശാഭിഷേകത്തിനും കളഭാഭിഷേകത്തിനും ശേഷം തന്ത്രി കണ്ഠര് മഹേശ്വരൻ മോഹനരുടെ കാർമ്മികത്വത്തിൽ അയ്യപ്പന് തങ്കയങ്കി ചാർത്തി മണ്ഡല പൂജ. ഇന്ന് ഉച്ചയോടെ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചു. സന്നിധാനത്തും തിരക്ക് കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5 ലക്ഷം തീർത്ഥാടകർ അധികമായി ഈ വർഷം ദർശനത്തിനായി എത്തി. വരുമാനത്തിലും സർവകാല റെക്കോർഡാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 18.72 കോടി രൂപയാണ് അധികമായി ലഭിച്ചത്. എണ്ണിത്തീരാത്ത കാണിക്ക വരുമാനം കൂടി ചേർത്താൽ വരുമാനം 250 കോടി കടക്കും. പരിമിതികൾക്കിടയിലും മികച്ച മണ്ഡല തീർത്ഥാടന കാലമാണ് പൂർത്തിയാക്കിയതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും പറഞ്ഞു. ഇന്ന് രാത്രി ഹരിവരാസനം പാടിയടക്കുന്ന ക്ഷേത്രനട മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30-ന് വീണ്ടും തുറക്കും. അഭൂതപൂർവമായ ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയ മണ്ഡല തീർത്ഥാടന കാലത്തിനാണ് സമാപനമാകുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനും സമാനമായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി അയ്യപ്പന്മാർക്ക് സുഗമമായ ദർശനമൊരുക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും മറ്റ് സുരക്ഷാ സേനാംഗങ്ങളും. സന്നിധാനത്തുനിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ.